Hi, hello, welcome back to Nasing Phobia official YouTube channel. Hi, hello, welcome back to Nasing Phobia official YouTube channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡൽട്ട് ഹെൽത്ത് നേഴ്സിംഗ് 2 ആണ്. അഡൽട്ട് ഹെൽത്ത് നേഴ്സിംഗ് 2 എന്ന് പറയുമ്പോൾ 4th സെമ്മിലുള്ള സബ്ജക്റ്റ് ആണ്. നമ്മളിന്ന് ENT, അതായത് സിലബസ് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. സിലബസിൽ ആദ്യം ഉള്ളത് ENT ഡിസോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻ്റ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡെഫിനിഷൻ നോക്കും, എറ്റിയോളജി നോക്കും, പാത്തോഫിസിയോളജി നോക്കും, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കും, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നോക്കും. അതുപോലെ മാനേജ്മെൻറ്റിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, ന്യൂട്രീഷണൽ മാനേജ്മെൻറ്റ്, അതേപോലെ മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഇത്ര നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൺക്ലൂഡ് ചെയ്യും. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോയാലോ? പോവാം. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ENT ഡിസോർഡേഴ്സ് ആർ ദ ഡിസീസ് അഫക്റ്റിംഗ് ദ ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ENT എന്താണ്? ഇയർ, നോസ്, ത്രോട്ട് ആണ്. അതെവിടെ അഫക്റ്റ് ചെയ്യുന്നത്? ചെവിയിലും മൂക്കിലും തൊണ്ടയ്ക്കും ആയിരിക്കും അല്ലേ? അതായത് എന്ത് മൂലമാണ് ഉണ്ടാവുന്നത്? ഇൻഫെക്ഷൻ, അലർജി, അതേപോലെ ട്രോമ എന്താണ്? അതെന്തെങ്കിലും ഇഞ്ചുറി ആയിരിക്കും. അത് ചിലപ്പോൾ ആക്സിഡൻ്റ് ആയിരിക്കാം, എന്തുമായിരിക്കും, എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആണ് എന്ത് ട്രോമ എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രക്ചറൽ പ്രോബ്ലം, അതെന്താണടാ സ്ട്രക്ചറൽ പ്രോബ്ലം? എന്താ? ജനിക്കുമ്പം തന്നെ എന്തെങ്കിലും മൂക്കിനുള്ള വളവ്, അതൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യും, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതൊക്കെ ഉണ്ടാവാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ട്രക്ചർ ചേഞ്ച് ആവും. അത് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എന്തിനൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്? എന്തിനൊക്കെയാണ്? ഹിയറിങ്, നമുക്ക് കേൾക്കാൻ, അതായത് എന്തെങ്കിലും ശബ്ദം കേൾക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ബ്രീത്തിങ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ ആഹാരമൊക്കെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? എന്തൊക്കെയാ? ENT എന്താണ്? ഇയർ, നോസ്, ത്രോട്ട്. അത് എന്തുകൊണ്ടാണ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടാകുന്നത്? ഇൻഫെക്ഷൻ, അതായത് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ അല്ലെങ്കിൽ ഫംഗൽ, ഇതൊക്കെയാണ് എന്ത് ഉണ്ടാകുന്നത്? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ അലർജി, അല്ലെങ്കിൽ ട്രോമ, അതായത് എന്തെങ്കിലും ഇഞ്ചുറി, അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ്. മനസ്സിലാവുന്നുണ്ടോ? അതെന്താ ഉണ്ടാക്കുന്നത്? ഹിയറിംഗ് പ്രോബ്ലം, ബ്രീത്തിങ് പ്രോബ്ലം, അതേപോലെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, സ്പീച്ചിങ് പ്രോബ്ലം. അതെ, അടുത്തത് കോസസ് അല്ലെങ്കിൽ എത്തിയോളജി. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്? ഒന്നാമത്തെ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറലോ ബാക്ടീരിയലോ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ട്. പനിയൊക്കെ വരത്തില്ലേ നമുക്ക്? ഇൻഫെക്ഷൻ നമ്മുടെ ചെവിയിലോ അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും ബാക്ടീരിയ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ബോഡിയിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന സിംറ്റം എന്താണ്? പനിയായിരിക്കും. ഓക്കെ, അടുത്ത അലർജി പലതരമുണ്ട്. ഡസ്റ്റിൽ, എയർ പൊല്യൂഷൻ, അതേപോലെ പല പൊല്യൂഷൻ ഇല്ലേ, അതിനകത്തിൽ ചിലർക്കൊക്കെ എന്ത് കാണും? അലർജീസ് കാണും. ഡസ്റ്റ് അലർജി, പോളൻ, ചെടികളുടെ അറിയാലോ, പൂമ്പൊടി. പിന്നെ സ്മോക്ക്, ചിലപ്പോൾ സിഗരറ്റിൻ്റെ ആയിരിക്കാം, കെമിക്കൽ സ്മോക്ക് ആയിരിക്കാം. അതേപോലെ സ്ട്രോങ് ഓഡേഴ്സ്, അതെന്താണ്? ഓഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലാണ്. അത് ചിലപ്പോൾ പ്ലസൻ്റ് ആയിരിക്കാം, അൺപ്ലസൻ്റ് ആയിരിക്കാം, നല്ല മണമായിരിക്കാം, ചീത്ത മണമായിരിക്കാം. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള മണം, അത് ചിലപ്പോൾ എന്തുണ്ടാക്കാം? നമുക്ക് നോസിന് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാക്കിയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഫോറിൻ ബോഡി, അതായത് ചെവിയിലും മൂക്കിലും ഒക്കെ ഫോറിൻ ബോഡി. അത് പൊതുവെ കൊച്ചു പിള്ളേരിലാന്ന് തോന്നുന്നു കാണുന്നത് അല്ലേ? ഓരോന്നിടത്ത് മൂക്കി കയറ്റുക, ചെവിയിലിടുക, അതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തുണ്ടാവും? ഇൻഫെക്ഷൻ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത പുവർ ഹൈജീൻ, ശുചിത്വക്കുറവ്. അതേപോലെ വെള്ളം, നമ്മൾ കുളിക്കുമ്പോൾ പൊതുവെ ഉണ്ടാവുന്ന കാര്യമാണ് വെള്ളം നമ്മുടെ ചെവിക്കകത്ത് കയറുന്നത്. അതുമൂലം എന്ത് ചെയ്യും? അത് ശരിക്കും ക്ലീനാക്കിയില്ലെങ്കിൽ അവിടെ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇല്ലേടാ. അടുത്തത് ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ബൈക്ക് ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് ചേഞ്ച് ആയേക്കാം? നമ്മുടെ പൊസിഷൻ, അല്ലെങ്കിൽ നമ്മുടെ നോസിൻ്റെ ആണെങ്കിലും ഒക്കെ പൊസിഷൻ മാറി ഒരു ബെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തിനു ബുദ്ധിമുട്ടുണ്ടാകും? നമുക്ക് ബ്രീത്ത് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ത്രോട്ടിന് എന്തെങ്കിലും ട്രക്കിക്ക് എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ എന്ത് വരും? ഇറക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും, ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും, അങ്ങനെ പല പ്രശ്നങ്ങൾ കാണും അല്ലേടാ. അടുത്ത ട്യൂമർ എന്താണ്? നമ്മുടെ ശരീരത്ത് അബ്നോർമലായിട്ട് ഗ്രോ ചെയ്യുന്ന കാര്യങ്ങളത്. ട്യൂമർ ക്യാൻസർ അല്ല, എന്നാലും അബ്നോർമലായിട്ട് വളരുന്നത്, അതായത് ഒരു സാധനം വേണ്ടാത്തടത്ത് ചിലതൊക്കെ വളരും, അതാണെന്നടാ ട്യൂമർ. അടുത്തത്
നോയിസ് പൊല്യൂഷൻ, വലിയ ശബ്ദമൊക്കെ കേൾക്കത്തില്ലേ, അത് എന്തിനാ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മുടെ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമുക്ക് മാറ്റി എഴുതാം വേണമെങ്കിൽ. ഇത് ചെവിയുടെ കാര്യത്തിൽ എഴുതാം. പിന്നെ നമുക്ക് കണ്ണിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല വെട്ടമില്ല, പ്രകാശമൊക്കെ ബ്രൈറ്റ്നസ് കൂടുമ്പോൾ കണ്ണിന് എന്താണ് പ്രോബ്ലം വരും, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. സിസ്റ്റമാറ്റിക് ഡിസോർഡേഴ്സ് അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസീസ് എന്തൊക്കെയാണ്? ഡയബറ്റിക് വന്നിട്ടുള്ള പേഷ്യൻസിന് എന്ത് കുറവായിരിക്കും? അവരുടെ രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും. സോ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും. അവരുടെ ബോഡിയിൽ എന്ത് കാണത്തില്ല? നമ്മുടെ WBC ഇല്ലേ, ഡിഫെൻസീവ് സിസ്റ്റം, അതെന്തായിരിക്കും? കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. സോ പെട്ടെന്ന് എന്താവും? സ്പ്രെഡ് ആവും. ഇത് സൈനസൈറ്റിസ്, ഇതാണ് സൈനസ്. ഈ 4 കണ്ടോ, ഇതാണ് സൈനസ്. സോ ഇതിനകത്ത് ഫ്ലൂയിഡ് വന്ന് ഫില്ലായിട്ട് ഇവിടെ ബാക്ടീരിയയിൽ ഇത് വരും, ഇൻഫെക്ഷൻ ഉണ്ടായി വലിയ ഡിസോർഡേഴ്സൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? അത് മനസ്സിലായോ? ഇതൊക്കെയാണ് എന്ത് കോസ്. അടുത്ത പാത്തോഫിസിയോളജി. വെൻ ഇൻഫെക്ഷൻ ഓർ ഇറിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ ദ ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. തൊണ്ടയ്ക്കോ മൂക്കിലോ ചെവിയിലോ എവിടെയെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ഡെവലപ്പ് ആവൂടാ? ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ആവും. ഇൻഫ്ലമേഷൻ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ദാറ്റ്സ് ലീഡ്സ് ടു വേദന ഉണ്ടാവത്തില്ല. ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സ്വെല്ലിങ് ഉണ്ടാവും. അതായത് നീര് വരും, ഡിസ്ചാർജ്. മൂക്കിന്നോ വായിന്നോ ഒക്കെ എന്ത് സംഭവിക്കൂടാ? ഡിസ്ചാർജ് വരാൻ തുടങ്ങും, മൂക്കിന്നും ചെവിന്നോ ഒക്കെ. അത് കട്ടിയായി കഴിഞ്ഞാൽ എന്തുണ്ടാവൂടാ? ഒബ്സ്ട്രക്ഷൻ, അതായത് തടസ്സം ഉണ്ടാവും. മനസ്സിലായോ? ഇഫ് അൺട്രീറ്റഡ്, നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ മേ സ്പ്രെഡ് ടു നിയർ ബൈ സ്ട്രക്ചേഴ്സ് ലൈക്ക് സൈനസ്. അതായത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്പ്രെഡ് ആവും നിയർ ബൈ പാർട്സിലോട്ടൊക്കെ. സോ റെയർലി ആയിട്ട് ബ്രെയിനിലോട്ടും സ്പ്രെഡ് ചെയ്യും. നമ്മൾ കുറച്ചു മുമ്പേ ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് എന്ത് കുറവാണ്? അവർക്ക് നമ്മുടെ WBC കുറവായിരിക്കും, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം കുറവായിരിക്കും. സോ എന്ത് സംഭവിക്കും? അവർക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ കോസസ് ടിഷ്യൂ തിക്കിനിങ്. അതായത് ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഇല്ലേ, അത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിനെ എല്ലാം ഹാർഡാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടി വരും? ചെവിയിലാണത് ഉണ്ടാകുന്നതെങ്കിൽ കേൾവി ശക്തി കുറയും. സോ മൂക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ട്രക്കി ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ, ത്രോട്ടിലൊക്കെ ആണെങ്കിൽ. അടുത്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. എന്താണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ? ചെവിയിലുണ്ടാകുന്ന എന്തൊക്കെയാണ്? വേദന ഉണ്ടാവും, ഇല്ലയോ? വേദന ഉണ്ടാവും. അതേപോലെ വേദന ഉണ്ടാവും. അതേപോലെ ഡിസ്ചാർജ്, ചെവിയിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരാൻ ചാൻസ് ഉണ്ട്. ഹിയറിംഗ് ലോസ്, കേൾവി ശക്തി കുറയാൻ ചാൻസ് ഉണ്ട്. റിംഗ് സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലത്തെ കാര്യങ്ങൾ. അതേപോലെ നോസിലാണെങ്കിൽ എന്ത് ചെയ്യും? സ്നീസിങ്, മൂക്ക് ചീറ്റൽ, അതേപോലെ ബ്ലോക്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മൂക്ക് ഒലിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തലവേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. തൊണ്ട വേദന വരും, ചുമ വരും, ഭക്ഷണം വിഴുങ്ങാനായിട്ട് എന്ത് വരും? ബുദ്ധിമുട്ട് വരും. അതേപോലെ സൗണ്ടൊക്കെ നമ്മുടെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻ അല്ലേ ഇവിടെ ഉണ്ടാകുന്നത്. ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? നമുക്ക് പനി വരും. നമ്മുടെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ടല്ലോ, അപ്പം നമ്മുടെ ചൂട് കൂടും. ബോഡി എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും? ബോഡി ആ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി നമ്മുടെ ബ്ലഡിനെ ഒന്ന് തിളപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചൂട് കൂടുമ്പോൾ നമുക്ക് എന്ത് വരും? പനി വരും. സോ പനിയുണ്ട്, നമുക്ക് എഴുതാം. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് തോന്നത്തില്ല നമുക്ക്. വിശപ്പ് തോന്നിയില്ലെങ്കിൽ നമുക്ക് എന്തോ സംഭവിക്കൂടാ? നമുക്ക് ക്ഷീണം സംഭവിക്കും, ഇല്ലയോ? അപ്പോൾ ഇത് അടുത്തത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മൾ എന്ത് കേസ് എടുത്താലും നമ്മൾ എന്ത് ചെയ്യും? ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഇവിടെ എന്തോത്തിൻ്റെയൊക്കെ നോക്കണം? ENTയുടെ നോക്കണം, ഇയറിൻ്റെ നോക്കണം, നോസിൻ്റെ നോക്കണം, ത്രോട്ടിൻ്റെ നോക്കണം. അടുത്തത് ഓട്ടോസ്കോപ്പി. നമ്മുടെ ചെവിക്കകത്തുള്ള ഇയർ കനാലും എല്ലാം നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? അടുത്തത് വേണമെങ്കിൽ കാണിച്ചു തരാം.
ഈ കാണുന്നത്. ഇതാണത്. സോ ഇങ്ങനെ ചെവിക്കകത്തോട്ട് നോക്കിയിട്ട് ഇയർ ഡ്രമ്മിനോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മൾ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കും. അടുത്ത റൈനോസ്കോപ്പി. എന്താണ്? നമ്മുടെ നേസൽ ക്യാവിറ്റി, അതായത് മൂക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ചിലപ്പോൾ ഇപ്പോൾ പുത്തനായിട്ട് എന്തൊക്കെയുണ്ട്, ക്യാമറ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. സോ പണ്ടൊക്കെ എന്തായിരുന്നു, നമ്മൾ മൂക്കിങ്ങനെ ഒരു ആർട്ടിക്കിളുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമായിരുന്നു. നല്ലപോലെ വ്യക്തമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അടുത്തത് തൊണ്ടയിലെ എക്സാമിനേഷൻ. തൊണ്ടയ്ക്ക് എക്സാമിനേഷൻ ചെയ്യുക. തൊണ്ടയ്ക്ക് എന്തുവാടാ എക്സാമിനേഷൻ? ഇത് കണ്ടോ, ഇതാണ് ടോൺസിൽസ്. ഇതാണ് ടോൺസിൽസ് എന്ന് പറയുന്നത്. ഇത് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഇവിടെ കളറ് മാറും. സോ കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവൂടാ, ഇത് ഇൻഫെക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് അവിടെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ഇൻഫെക്റ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ ത്രോട്ട് എക്സാമിനേഷൻ ചെയ്ത് നോക്കണം. ഇത് ഓഡിയോമെട്രി എന്താണ്? താഴെയുണ്ട്. ഇതാണ്ടോ ഈ താഴെ ഏറ്റവും അറ്റത്തി കാണുന്നത്, ഇതാണെന്ത് ഓഡിയോമെട്രി. ഇത് നമ്മുടെ ചെവി വെച്ചിട്ട് ഇങ്ങനെ 2 എന്നുള്ളൊരു ശബ്ദം വരും. ആദ്യത്തെ 0-ലും 1-ലും 2-ലും ഒന്നും നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. പലർക്കും പല രീതിയിലായിരിക്കത്തില്ലയോ, അപ്പോൾ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 5-ലോ 6-ലോ എത്തുമ്പോൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാകാം, അതാണ്. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മൾ പ്രിൻ്റ് എടുക്കും. സോ അതനുസരിച്ചാണ് ഓഡിയോമെട്രി ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ കേൾവി ശക്തി മനസ്സിലാക്കാം. അടുത്ത CT അല്ലെങ്കിൽ എക്സ്റേ. അടുത്തത് കൾച്ചർ. ബ്ലഡ് എടുത്ത് നമ്മൾ CBC അയക്കുമ്പോൾ മനസ്സിലാവും എന്തുണ്ടോയെന്ന്, WBCയുടെ അളവ്. അപ്പം നമുക്ക് മനസ്സിലാവും ഇൻഫെക്ഷൻ ഉണ്ടോ, ഇൻഫെക്ഷൻ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ, കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അടുത്ത മെഡിക്കൽ മാനേജ്മെൻറ്റ്. നമുക്കറിയാം എന്തുണ്ടായി, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്, ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, അത് കുറയുള്ളൂ. ചിലപ്പോൾ സെഫ്ട്രാക്സൺ ആയിരിക്കുമ്പോൾ ഡോക്ടറല്ലേ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് പല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ബാക്ടീരിയയുടെ വാളിലായിരിക്കാം, അല്ലെങ്കിൽ DNA-യിലായിരിക്കാം. അങ്ങനെ പല സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, അതെല്ലാം അഫക്റ്റ് ചെയ്യുന്നത്. അത് മരുന്നിനനുസരിച്ചാണ്. ഓക്കെ, അടുത്തത് അനാൽജസിക്. നമുക്കറിയാം ചെവിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ENTയിൽ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം വേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, അനാൽജസിക്സ് കൊടുക്കും. നമുക്ക് ആലോചിക്കാം, ബാക്ടീരിയ വളർന്നല്ലോ നമ്മുടെ ഉള്ളിൽ. അന്നേരം എന്തുണ്ടായി, നമുക്ക് പനി പിടിക്കുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് വേണം. നമുക്കറിയാം പനിക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്. അടുത്ത ഡീകൺജസൻറ്റ് അല്ലെങ്കിൽ ആൻറ്റിഹിസ്റ്റാമിൻ. അത് കൺജഷൻ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നോസിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് കൊടുക്കുന്നതാണത്. അടുത്ത ഇയർ ഡ്രോപ്സ് അല്ലെങ്കിൽ നേസൽ ഡ്രോപ്പൊക്കെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ എഴുതാൻ പറ്റും. സോ വിറ്റാമിൻ സപ്ലിമെൻറ്റ്, അതേപോലെ കോർട്ടിക്കോസ്റ്റീറോയിഡ്. അടുത്ത ന്യൂട്രീഷണൽ മാനേജ്മെൻറ്റ്. നമ്മുടെ ത്രോട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിന് സോഫ്റ്റായിട്ടും ബ്ലെൻഡായിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ. അവർക്ക് എന്തായിരിക്കും, ഭക്ഷണം ഇറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അന്നേരം സോഫ്റ്റായിട്ടും ബ്ലെൻഡായിട്ടുള്ള ഫുഡ് വേണം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ. അതേപോലെ ഫ്രൂട്ട്സും അഡ്യൂക്കേറ്റ് ഹൈഡ്രേഷനും വേണം. അതായത് ഡീഹൈഡ്രേറ്റ് ആവാണ്ട് നോക്കണം നമ്മുടെ പേഷ്യൻസിന്. സോ അടുത്തത് സ്പൈസി ആയിട്ടും ഓയിലി ആയിട്ടും അതുപോലെ ഹോട്ടായിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. അടുത്തത് ഹൈ പ്രോട്ടീൻ ആൻഡ് വിറ്റമിൻ റിച്ച് ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ അതും അതേപോലെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയതെല്ലാം ഹീലാവാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ റിച്ചും വിറ്റമിൻ റിച്ചും ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കാൻ. പ്രൊവൈഡ് ചെയ്യുക കംഫർട്ട് പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക. ഓക്കെ,
മെയിൻറ്റെയിൻ ഹൈജീൻ ഫോർ ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഓക്കെ, അടുത്ത അഡ്മിനിസ്റ്റർ മെഡിസിൻ ആസ് പെർ പ്രിസ്ക്രൈബ്ഡ്. ഡോക്ടേഴ്സ് ഓർഡറിൽ എഴുതിയ മെഡിസിൻസ് എന്ത് ചെയ്യുക, അതനുസരിച്ച് കൊടുക്കുക. എഡ്യൂക്കേറ്റ് ടു അവോയ്ഡ് ഇൻസേർട്ടിങ് ഒബ്ജക്ട്സ് ഇൻ ടു ഇയർ അല്ലെങ്കിൽ നോസിലോ ഇയറിലോ ഫോറിൻ ബോഡീസ് ഒന്നും ഇൻസേർട്ട് ചെയ്യാതെ നോക്കുക. എൻകറേജ് ഫ്ലൂയിഡ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ് ചെയ്യുക. അതുപോലെ സർജിക്കൽ പേഷ്യൻ്റ് ആണെങ്കിൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. അതേപോലെ ഇൻഫെക്ഷൻ, CBC ടെസ്റ്റ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇൻഫെക്ഷൻ, WBCയുടെ കൗണ്ട് കാണുമ്പോൾ നമുക്കറിയാം എന്ത് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്കറിയാം, അത് മോണിറ്റർ ചെയ്യണം. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ, വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ കൺക്ലൂഷൻ എത്തി. ഓക്കെ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോപ്പർ നേഴ്സിംഗ് കെയർ ക്യാൻ പ്രിവെൻറ്റ് സീരിയസ് കോംപ്ലിക്കേഷൻസ് ഇൻ ENT ഡിസോർഡേഴ്സ്. Nurses play an important role in patient comfort, infection prevention and recovery. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല, ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.